Dear students, ഈ ഒരു സെഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് DAC ഇൻ്റർഫേസിംഗ് വിത്ത് 8051, that is digital to analog converter. It is a device widely used to convert digital pulses to corresponding analog signals. Different types of DACs അവൈലബിൾ ആണ്. ഈ ഒരു സെഷനിൽ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് DAC 0808 ആണ്. Here the digital inputs are converted into corresponding current. കറസ്പോണ്ടിങ് വോൾട്ടേജ് ആയിട്ടല്ല മാറ്റുന്നത്, കറസ്പോണ്ടിങ് കറണ്ട് ആയിട്ടാണ് കിട്ടുന്നത്. വി നീഡ് ടു കൺവേർട്ട് ദ കറണ്ട് ഇൻ ടു വോൾട്ടേജ് സിഗ്നൽ. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ ഇൻപുട്സ് എന്ന് പറയുന്നത് D0 to D7 പിൻസിലാണ് കൊടുക്കുന്നത്. ഡിജിറ്റൽ പിൻസാണ്. അപ്പോൾ നമ്മളവിടെ പാസ് ചെയ്യുന്ന ബൈനറി വാല്യൂസിനനുസരിച്ച് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ദിസ് വൺ ഈസ് റഫറൻസ് കറണ്ട്. ദെൻ D0 to D7 കറസ്പോണ്ടിങ് ബിറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കറണ്ട് ഇങ്ങനെ മെഷർ ചെയ്യാം. അവിടെ റഫറൻസ് കറണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ഇൻ്റർഫേസിംഗ് ഡയഗ്രം ശ്രദ്ധിക്കുക. ഡാക്കിൻ്റെ ഇൻപുട്ട് പിൻസ് D0 to D7 8051 പോർട്ട് 1ലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻപുട്ട് പാസ് ചെയ്യുന്നത് ഫ്രം പോർട്ട് 1. ഇപ്പോൾ ഡിജിറ്റൽ ഡേറ്റ പാസ് ചെയ്യുന്നു. ഔട്ട്പുട്ട് കറണ്ട് ഈ ഒരു പിന്നിലാണ് കിട്ടുന്നത്. ഓൾറെഡി പറഞ്ഞു, ഔട്ട്പുട്ട് കറണ്ടാണ് കിട്ടുന്നത്. കറസ്പോണ്ടിങ് വോൾട്ടേജ് ലെവലിലോട്ട് നമ്മൾ കൺവെർട്ട് ചെയ്യണം. ദെൻ റിക്വയർഡ് പവർ സപ്ലൈ VCC പ്ലസ് 5 വോൾട്ട് ആൻഡ് VEE മൈനസ് 12 വോൾട്ട്. ദെൻ ഗ്രൗണ്ട് പിൻസ്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് ദ റെഫറൻസ് കറണ്ടാണ്. വി റെഫറൻസ് പ്ലസ് ആൻഡ് വി റെഫറൻസ് മൈനസ് കാണിച്ചിട്ടുണ്ട്. അവിടെ വി റെഫറൻസ് പ്ലസ്സിൽ 10 വോൾട്ടാണ് അപ്ലൈ ചെയ്യുന്നത് ത്രൂ എ റെസിസ്റ്റർ 5K. അവിടെ റെഫറൻസ് കറണ്ട് എന്ന് പറയുന്നത് 10 volt divided by 5K. It will be 2 milliampere. റഫറൻസ് കറണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഔട്ട്പുട്ട് കറണ്ട് മെഷർ ചെയ്യുമ്പോൾ ആ ഒരു ഇക്വേഷൻ ശ്രദ്ധിക്കുക. റഫറൻസ് കറണ്ട് അതിനനുസരിച്ചാണ് ഔട്ട്പുട്ട് കറണ്ട് വരുന്നത്. D0 to D7 എല്ലാം വൺസ് ആണെന്നുണ്ടെങ്കിൽ, ഇൻപുട്ട് എന്ന് പറയുന്നത് FF ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഔട്ട്പുട്ട് കറണ്ട് വിൽ ബി അറൗണ്ട് 1.99 milliampere. ഇപ്പോൾ റഫറൻസ് കറണ്ട് മാറുന്നതനുസരിച്ച് ഔട്ട്പുട്ട് കറണ്ടിലും വേരിയേഷൻ വരും. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് കറണ്ടിൽ നിന്നാണ് വോൾട്ടേജ് ലെവൽ പ്രൊഡ്യൂസ് ചെയ്യുക. സോ ഔട്ട്പുട്ട് കറണ്ട് ഓർ ഔട്ട്പുട്ട് വോൾട്ടേജ് റിയലി ഡിപ്പെൻഡ്സ് ഓൺ ദ റഫറൻസ് കറണ്ട്. എങ്ങനെയാണ് ഔട്ട്പുട്ട് കറണ്ട് വോൾട്ടേജ് ആയിട്ട് കൺവെർട്ട് ചെയ്യുക? സിംപ്ലി ആ ഒരു ഔട്ട്പുട്ട് പിന്നിൽ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്താൽ മതി. ബട്ട് അവിടെ ലോഡിങ് ഇഷ്യൂസ് വരും. ബിക്കോസ് ഡാക്കിൽ തന്നെ R2R ലാഡേഴ്സ് ഉണ്ട്, റെസിസ്റ്റർ ലാഡേഴ്സ് ഉണ്ട്. എക്സ്റ്റേണലി ഒരു റെസിസ്റ്റർ കൂടി ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ there will be loading issues. ഇത്തരം ഇഷ്യൂസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഓപ്പാമ്പാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. കറസ്പോണ്ടിങ് വോൾട്ടേജ് ലെവലായിട്ട് കൺവെർട്ട് ചെയ്യാൻ ഒരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണ് അവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. ഔട്ട്പുട്ട് കറണ്ട് ഈസ് കൺവെർട്ടഡ് ഇൻ ടു കറസ്പോണ്ടിങ് വോൾട്ടേജ് ലെവൽസ്. നെക്സ്റ്റ് പ്രോഗ്രാമിംഗ് പാർട്ടിലോട്ട് പോകാം. ആ ഒരു കോഡ് ശ്രദ്ധിക്കുക. ഒരു സോർട്ട് ടൂത്ത് വേവ് ഫോം ജനറേറ്റ് ചെയ്യാനുള്ള കോഡാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് മൂവ് A,#00 അക്യുമുലേറ്റിന് 00 എന്ന് പറയുന്ന ഇനിഷ്യൽ വാല്യൂ സെറ്റ് ചെയ്തു. ആ ഒരു സെയിം വാല്യൂ പോർട്ട് 1ലോട്ട് പാസ് ചെയ്യുകയാണ്. മൂവ് P1,A. പോർട്ട് 1ലാണ് DAC കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ പാസ് ചെയ്യുന്ന ഡിജിറ്റൽ വാല്യൂ അനുസരിച്ച് ഔട്ട്പുട്ട് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ അക്യുമുലേറ്റഡ് വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തു INC-A. ദെൻ ഈ ഒരു വാല്യൂ എഗെയിൻ പോർട്ട് 1ലോട്ട് തന്നെ പാസ് ചെയ്യണം. ഷോർട്ട് ജമ്പ് ബാക്ക്. ദെൻ ആ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ 01 പാസ് ചെയ്തു. ദെൻ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു 02. ആ ഒരു വാല്യൂം പാസ് ചെയ്യുകയാണ്. ദെൻ 03 സോ ഓൺ അപ് ടു FF വരെ പോവും. മാക്സിമം കറണ്ട് എന്ന് പറയുന്നത് അവിടെ 2 milliampere ആണ്. മാക്സിമം FF റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇൻക്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 00ലോട്ട് പോവും. ക്യാരിയും അവിടെ ജനറേറ്റ് ചെയ്യും. ബട്ട് ക്യാരി ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. സോ 00 തൊട്ട് FF വരെ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോവും. കറസ്പോണ്ടിങ് വോൾട്ടേജ് ലെവൽസ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, നമ്മളത് വോൾട്ടേജ് ലെവലായിട്ട് കൺവെർട്ട് ചെയ്യുന്നുണ്ട്. ഔട്ട്പുട്ടായിട്ട് സോർട്ട് ടൂത്ത് വേവ് ഫോം നമുക്ക് കിട്ടും. ആ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, മറ്റൊരു പ്രോഗ്രാം നോക്കാം. ഒരു സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യാനുള്ള കോഡാണ്. ഫസ്റ്റ് P1ലോട്ട് 00 പാസ് ചെയ്യുകയാണ്. ലോ വോൾട്ടേജ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു പർട്ടിക്കുലർ ടൈം പീരിയഡ് ലോ വോൾട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഡിലേ കോൾ ചെയ്യുകയാണ്. ദിസ് ദ റിലേ സബ് റൊട്ടീൻ. ഇപ്പോൾ ഡിലേ പാസ് ചെയ്തതിന് ശേഷം ദെൻ മാക്സിമം വാല്യൂ പാസ് ചെയ്യണം. 00ക്ക് ശേഷം FF പാസ് ചെയ്യുകയാണ്.
ദെൻ മാക്സിമം വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. അതും സെയിം ഡിലേ തന്നെ കോൾ ചെയ്യുകയാണ്. ഓൺ ടൈമും ഓഫ് ടൈമും സെയിം ആയിരിക്കണം. ദെൻ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ 0 പാസ് ചെയ്യുന്നു, ഡിലേ കോൾ ചെയ്യുന്നു, മാക്സിമം വാല്യൂ FF പാസ് ചെയ്യുന്നു, അഗെയിൻ കോൾ ദ ഡിലേ, ദെൻ റിപ്പീറ്റ് ദ പ്രോസസ്സ്. ലോ ഹൈ ലോ ഹൈ ഒരു സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യും. മറ്റൊരു പ്രോഗ്രാം നോക്കാം. ഒരു ട്രയാങ്കുലർ വേവ് ജനറേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ട്രയാങ്കുലർ വേവ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇൻക്രീസ് ചെയ്ത് പോകണം. മാക്സിമം വാല്യൂ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഡിക്രിമെൻ്റ് ഓപ്പറേഷൻ ചെയ്യണം. ഓക്കെ, ആ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ 00 തൊട്ട് 255 ഡെസിമൽ വരെ ഇൻക്രിമെൻ്റ് ചെയ്ത് പോവുകയാണ്. ആ ഒരു സെഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എയിലോട്ട് 00 പാസ് ചെയ്തു, സെയിം വാല്യൂ P1 പാസ് ചെയ്തു, ദെൻ ഇൻക്രിമെൻ്റ് ചെയ്യുകയാണ് അക്യുമുലേറ്ററിൻ്റെ വാല്യൂ. ദെൻ അത് 255 ആയോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. അതിനുള്ള കോഡാണ് കമ്പയർ ജമ്പ് ഇഫ് നോട്ട് ഈക്വൽ A, #255 ഡെസിമൽ. 255 ആയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വാല്യൂ പോർട്ട് 1 പാസ് ചെയ്യുകയാണ്. ദെൻ അഗെയിൻ അക്യുമുലേറ്റർ ഇൻക്രിമെൻ്റ് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു, ആ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. എപ്പോഴാണോ 255 എത്തുന്നത് ആ ടൈമിൽ ആ ഒരു ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. ഇനി ചെയ്യാനുള്ളത് ഡിക്രിമെൻ്റ് ഓപ്പറേഷനാണ്. പോർട്ട് 1 വാല്യൂ പാസ് ചെയ്യുന്നു, ദെൻ ഡിക്രിമെൻ്റ് ചെയ്യുന്നു, ദെൻ ഇനി ഇത് 00 വരെ പോകണം. ഇപ്പോൾ 00 എത്തിയോ എന്ന് ചെക്ക് ചെയ്യുന്നു, ഇല്ലയെന്നുണ്ടെങ്കിൽ ഡിക്രിമെൻ്റ് ചെയ്യണം. എപ്പോഴാണോ 00 എത്തുന്നത് ഷോർട്ട് ജമ്പ് അഗെയിൻ ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. സോ ഇൻക്രിമെൻറ്റ് ദെൻ ഡിക്രിമെൻറ്റ്, ആ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് പോകും. യു വിൽ ഗെറ്റ് എ ട്രയാങ്കുലർ വേവ്. ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ അതിൻ്റെ സിമുലേഷൻ പാർട്ട് നോക്കാം. ഓക്കെ.